ഹായ് ഗൈസ്, ഇതൊരു ഡേ ഇൻ മൈ ലൈഫോ വ്ളോഗോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ക്യാമറ പിടിച്ചു തരാൻ ആരുമില്ല, എനിക്ക് സ്റ്റാൻഡും ഇല്ല. എൻ്റെ സ്റ്റാൻഡ് വന്നതിൻ്റെ മൂന്നിൻ്റെ അന്ന് എൻ്റെ കുഞ്ഞു പൊട്ടിച്ചിട്ട് വന്ന്. പാത്തൂട്ടിയാണെങ്കിൽ ആ സമയത്ത് നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞുവിനെ ഒരുക്കി സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്തത്. അപ്പോൾ സ്കൂൾ ബസ് വരാറാകുമ്പോൾ അവൻ എന്നും എനിക്ക് ഒരു ഉമ്മ തരും, തന്നിട്ടേ പോകും. അപ്പം സ്കൂൾ ബസ് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ബസ് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുവിൻ്റെ സ്കൂൾ ബസ് വന്നു. അവൻ ബസ്സിൽ കയറി എനിക്ക് ടാറ്റയും തന്നിട്ട് പോയി. അപ്പോൾ ആ ബസ്സിലിരിക്കുന്ന കുട്ടികളെല്ലാം എനിക്ക് ടാറ്റ തരും കേട്ടോ. പിള്ളേർക്കെല്ലാം എനിക്ക് ടാറ്റ തരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാവർക്കും ടാറ്റ കൊടുക്കും. എന്നിട്ട് ഞാൻ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. എനിക്ക് കുറേ ജോലി കിടപ്പുണ്ട്. പാത്തൂട്ടി സ്കൂളിൽ വിടുന്നില്ല, പാത്തൂട്ടിക്ക് പനിയാണ്, ചെറുതായിട്ട് ലൂസ് മോഷനും ഉണ്ട്. അപ്പം കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന് ഞാൻ വീടടിച്ച് വരാൻ തുടങ്ങി. മഴക്കാലം ആകുമ്പോൾ പിന്നെ അറിയാമല്ലോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടം പോലെ തുണികൾ വരും. കാര്യം വെയിലിങ്ങനെ വരും പോവും. അപ്പോൾ നമ്മളിങ്ങനെ പറക്കിയിടും, ഉണക്കും, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പം മഴ വരുമ്പോൾ മഴയും വെയിൽ വരുമ്പോൾ വെയിലിനെയും കുറ്റം പറയുന്നതാണല്ലോ ടിപ്പിക്കൽ മലയാളികളുടെ സ്വഭാവം. അങ്ങനെ തൂത്തുവാരി ഇട്ട് കഴിഞ്ഞിട്ട് മുറ്റം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഭ്രാന്തൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ കാപ്പി കഴിക്കാൻ എടുത്തു. അപ്പം ഞങ്ങൾ തിരുവനന്തപുരംകാർ ബ്രേക്ക്ഫാസ്റ്റിനെ കാപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പവും കടലക്കറിയായിരുന്നു. അതിൻ്റെ അടുത്തൊരു എരണം കെട്ട ഈച്ച വന്ന് കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിക്കാൻ എടുത്തു. ഡെങ്കു ഒക്കെ ആണല്ലോ ഇപ്പം, മഴക്കാല രോഗങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ കഴിച്ചു. പിന്നെ പാത്തൂട്ടി ഒരുങ്ങുന്നുണ്ടായിരുന്നു അവിടെ. ഞാൻ അവളെ ഒരുങ്ങാൻ പറഞ്ഞു വിട്ടു. ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ ഞാൻ റെഡിയായി പാത്തൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി. അപ്പം ഇന്ന് മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫ്രണ്ടിലെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ചെളി തെറിപ്പിച്ച് തരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് ബീച്ച് റോഡ് വഴിയാണ് പോകാൻ ഇറങ്ങിയത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ഫോൺ മാറ്റിയതിന് ശേഷം എനിക്കിപ്പോൾ ഭയങ്കര ഗ്ലാമറായിട്ട് എനിക്ക് എന്നെ തോന്നുന്നുണ്ട്. കളിയാക്കല്ലേ, എനിക്ക് തോന്നി ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബീച്ച് റോഡ്. ഇവിടെ മെറ്റലിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. റോഡ് പണി പൂർത്തിയായിട്ടില്ല. അപ്പം തുണി ഉണക്കാൻ ഇട്ടേക്കുന്നതാണ്. മഴക്കാലം അല്ലേ, വെയിൽ വരുമ്പോൾ റോഡിലൊക്കെ ഇട്ട് ഉണക്കും. അങ്ങനെ ഞാനും പാത്തൂട്ടിയും ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നിട്ട് റീലൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ കവളിലൊരു വലിയ കുരു വന്ന് ചുമന്ന് തടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അടി കണ്ടടി പാത്തു എന്നാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. തിരിച്ചു വന്ന പാത്തൂട്ടി കിടക്കണുണ്ട്. അപ്പോൾ എനിക്ക് മരക്കാരുടെ ഡയലോഗാണ് ഓർമ്മ വന്നത്. വെട്ടിയിട്ട ബായത്തണ്ടൂല വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും വന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ കപ്പയും മീനും ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. കറിയൊന്നും വെക്കാതെയാണ് പോയത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അലുവ പോലെയായി വിയർത്തിട്ട്. പിന്നെ ഞാൻ ജോലിയൊക്കെ ഒതുക്കി കുളിച്ച് ഫുഡ് കഴിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഹായ് ഗായ്സ്, അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ജോലി ഉണ്ടായിരുന്നു. ഞാൻ കറി ഒന്നും വെക്കാതെയാണ് പോയത്. ചോറ് മാത്രമേ ഉണ്ടാക്കി. രാവിലെ മോനെ സ്കൂളിൽ വിട്ടപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. അപ്പം ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കപ്പയും മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ വച്ചിട്ട് കഴിച്ചപ്പം ഉറങ്ങിപ്പോയി. ഏകദേശം ഒരു 4 മണിവരെയൊക്കെ കിടന്നുറങ്ങി. ഒരു 2 മണി തൊട്ട്. അത് പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നാച്ചുറലാണ്, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഉണ്ടാക്ഷീണം തെണ്ടിക്കും. അതുപോലെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോ തീരെ ചെയ്യൂല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ വ്ളോഗിൻ്റെ ഇടയിൽ, എൻ്റെ വ്ളോഗിൻ്റെ ഇടയിൽ, ഫാമിലി വ്ളോഗിൻ്റെ ഇടയിൽ എന്തുകൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൂടാ എന്നുള്ളൊരു ഇതെൻ്റെ തലയിലോട്ട് വന്നപ്പോൾ ഞാൻ ചിന്തിച്ച് ഈ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇപ്പം കാണുന്നതും കേൾക്കുന്നതും, നമ്മൾ ഈ സൊസൈറ്റിയിൽ കാണുന്നതും കേൾക്കുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതിൽ എനിക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് വഴി പറയാമെന്ന് വിചാരിച്ചു. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുള്ള രാജ്യമാണല്ലോ ഇന്ത്യ. അപ്പം കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, ലാഗടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ നേരെ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റിലോട്ട് വരാം. അപ്പോൾ ഇന്ന് ഞാൻ സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. ഇപ്പോൾ സായിയെ ആരും സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്നില്ല. കണ്ണൻ സ്രാങ്ക്, കണ്ണൻ സായി, കണ്ണൻകുട്ടൻ, കുണുവാവ, അങ്ങനെ പുള്ളിക്കാരന് പലതരത്തിലുള്ള പേരുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സീസൺ 6 ജാസ്മിൻ്റെ പേരിൽ അറിയപ്പെടുമെങ്കിലും, ജാസ്മിൻ കൊണ്ടുപോയെങ്കിലും ഇപ്പോൾ ജാസ്മിനെക്കാളും എയറിൽ നിൽക്കുന്ന ഒരാൾ സായിയാണ്. അത് ബഹിരാകാശവും അല്ല, ശൂന്യാകാശവും അല്ല, ബഹിരാകാശവും അല്ല. ഇത് രണ്ടും ഒന്നാണെന്ന് എനിക്കറിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറത്തോട്ട്, ഗാലക്സിയും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തോട്ട് സൂര്യൻ്റെ അടുത്ത് സായി എത്തിയെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അമ്മാതിരി ഒരു എയറിലെ പോക്കാണ്. നമ്മുടെ സത്യഭാമയെന്നോ അതിൻ്റെ 7 അയലത്തൂല് നിൽക്കൂല, അത്രയും പോക്കാണ് സായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വരാൻ കാരണം നമ്മുടെ വായിലിരിപ്പാണ് അല്ലേ. ഇപ്പം ജാസ്മിൻ്റെ കാര്യത്തിലായിരുന്നാലും നിലപാടില്ലായ്മയാണ് ആ കുട്ടിയെ ഇത്രയും ഇതിൽ കൊണ്ടെത്തിച്ചത്. ചാഞ്ചാട്ടം, ഒന്ന് അടുത്തയിലോട്ട് ചാടി, അടുത്തേന്ന് മറ്റേലോട്ട് ചാടി. അപ്പം നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നവരുടെ അടുത്തായിരുന്നാലും, ഫ്രണ്ട്സിൻ്റെ അടുത്തായിരുന്നാലും, ആരുടെ അടുത്ത് സത്യം പറയാതിരിക്കുക, എല്ലാവരുടെ അടുത്തും കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത്, പേഴ്സണൽ കാര്യങ്ങൾ നമ്മളൊന്നും തുറന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതുപോലെ
സായിയുടെ വായിലിരിപ്പ് കൊണ്ട് തന്നെയാണ് സായി ഇപ്പോൾ എയറിൽ പോയത്. അപ്പോൾ സായി ഇതിൽ പോയ സമയത്ത് ശരിക്കും ഞാൻ സായിയെ വാഴയെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സായി എന്തിനാണ് അതിൽ പോയതെന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് സായിയുടെ ഫാമിലി സ്റ്റോറിയൊക്കെ അറിഞ്ഞ സമയത്ത്, ഈ വീഡിയോ വഴി ഫാമിലി ഇഷ്യൂസൊക്കെ അറിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ചിലപ്പം ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടിയ ഈ പ്രഷർ കൊണ്ട് പുള്ളിക്കാരന് സമാധാനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ചിലപ്പോൾ ഒരു സീക്രട്ട് ഏജൻറ്റായി മാറിയത്. ഇത് ഞാൻ മാത്രമല്ല, കേരളക്കര ഒന്നടങ്കം ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പുള്ളിക്കാരനൊരു സീക്രട്ട് ഏജൻറ്റായി മാറിയത് ഈ നമ്മളെപ്പോഴും റിബലാക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ധിക്കാരിയാക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് ചിന്തിച്ചത്. പക്ഷേ ഇപ്പം മനസ്സിലായി പുള്ളിക്കാരൻ്റെ ഫാമിലി ഇഷ്യൂ ഒന്നും അല്ല സീക്രട്ട് ഏജൻ്റ് ആക്കിയത്. അത് അരി മേടിക്കാൻ വേണ്ടി പുള്ളി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ സീക്രട്ട് ഏജൻ്റായി തനിയെ മാറിയതാണെന്ന് ഇപ്പം മനസ്സിലായി. സായി ഇപ്പോൾ എയറിൽ പോണേന് എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സായിയുടെ റിയാക്ഷൻ അല്ലേ. സായി റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയില്ലെങ്കിലും അത് കുറച്ച് മണിക്കൂറുകളുണ്ട്, ഒരു 20K അങ്ങ് പോകും. അത്രയും സായിയുടെ വീഡിയോയ്ക്ക് വാല്യൂ ഉണ്ടായിരുന്നു. ആ വാല്യൂ നശിപ്പിച്ച് തകർത്ത് പണ്ടാരടക്കിയത് സായി ഒറ്റ ഒരാൾ തന്നെയാണ്. കാരണം സായി ബിഗ് ബോസിനകത്ത് പോയിട്ട് സായി പറഞ്ഞെന്താ, എനിക്കൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. എനിക്ക് മനുഷ്യനാവണം, അമ്മ പ്ലസ് സ്നേഹ ഈക്വൽ സമാധാനം, എനിക്കിതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു പുറത്തിറങ്ങുമ്പോൾ സീക്രട്ട് ഏജൻറ്റ് എന്നുള്ള ചാനൽ, അതായത് മനുഷ്യൻ്റെ പച്ചമാംസം തിന്നുന്ന ചാനൽ അവിടെ ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ചാനൽ അവിടെ ഉണ്ടാവില്ല. പകരം കണ്ണൻ സായി അല്ലെങ്കിൽ കണ്ണൻ മോൻ, കണ്ണൻ സ്നേഹ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ പേര് മാറ്റി വീഡിയോസൊക്കെ കളഞ്ഞ്, അല്ലെങ്കിൽ ആ വീഡിയോസൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ വ്ളോഗ് വീഡിയോസ് അല്ലെങ്കിൽ ഒരു പുതിയ ചാനൽ തുടങ്ങും എന്നൊക്കെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ നമ്മളെ മനുഷ്യന്മാരല്ലേ, നമ്മൾ കാട് കയറി അങ്ങ് ചിന്തിക്കും. നമുക്ക് പിന്നെ ഭ്രാന്തല്ലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ സായി ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സായിക്ക് സമാധാനവും സ്നേഹവും ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ സായി നേരെ പുറത്തിറങ്ങി സ്നേഹം കൊണ്ട് സായിയുടെ വീട്ടിൽ പോകും. സായിയുടെ അമ്മയുമായിട്ടിരുന്നിട്ട് ഇതാ എൻ്റെ അമ്മയും സ്നേഹം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി എന്നും പറഞ്ഞിട്ടൊരു ഫാമിലി വ്ളോഗ്, ഒരു ലഞ്ച്, ഒരു ട്രിപ്പ്. ഞാൻ വെറുതെ കാട് കയറി പോട്ട് മാച്ചള നടക്കൂല. ഇനി അങ്ങനെ ചെയ്താലും കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് സായി ഇങ്ങനെ ഇറങ്ങി പോയത്. മറ്റുള്ളവരെ ശക്തമായിട്ട് വിമർശിക്കുന്ന സായി സ്വന്തം ഫാമിലി ലൈഫിൽ കീപ്പ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വേറൊരാളുടെ ഫാമിലി ഇഷ്യൂ ആയിരുന്നാൽ പോലും ഇതിൽ വന്നിട്ട് സായി പറയും അയാൾക്ക് ഇന്നതുപോലെ ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സായി സ്വന്തം അമ്മയും ഭാര്യയും അപ്പുറവും ഇപ്പുറവും ഇരുത്തി സംസാരിച്ച് രമ്യതയിലാക്കാനുള്ള കുടുംബ പ്രശ്നം അത് പരിഹരിക്കാൻ ബിഗ് ബോസിൽ വന്ന സായി. അതൊക്കെ പോട്ടെ, സ്വന്തം അച്ഛന് കൊടുത്തിരുന്നത് ഒരു വില്ലൻ പരിവേഷമായിരുന്നു. സായി അച്ഛനെ പേടിയാണ്. പക്ഷേ സായിയുടെ അച്ഛൻ വീഡിയോയിൽ സംസാരിച്ചപ്പം ഒരുപാട് പേര് പറഞ്ഞു സായിയെക്കാളും ഡീസൻ്റ് ആയിട്ട് അച്ഛനെ ഫീൽ ചെയ്തു. എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പം അത്രയും അച്ഛനും അമ്മയാണ് ഇവരൊക്കെ ആ സ്റ്റേജിൽ എത്തുമ്പോഴേ അറിയാവൂ. ഇപ്പം ഞാൻ അമ്മയായി എൻ്റെ പിള്ളേർ വളർന്ന് വലുതായി വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കുത്തരം പറയുമ്പോഴാണ് ഞാൻ തർക്കുത്തരം പറയുമ്പം എൻ്റെ ഉമ്മ എന്താണ് അനുഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇവർ ആ സ്റ്റേജിൽ എത്തുമ്പോഴേ അവർക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അപ്പം സായിയുടെ വിടുവായത്തരം കൊണ്ടാണ് സായി ഇന്നിപ്പോൾ എയറിൽ കിടന്ന് തത്തിക്കളിക്കുന്നത്. അപ്പം സായി തന്നെ പറഞ്ഞിട്ടുണ്ട്, സായിയുടെ അൽഷിമേഴ്സ് പിടിച്ച് വയ്യാതെ കിടന്ന അമ്മൂമ്മയെ സായി എത്രയോ വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളിലൊക്കെ ശക്തമായ നിലപാടുള്ള ഒരാൾ സ്വന്തം അമ്മൂമ്മ മരിക്കാൻ കിടന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതൊരു വാഴയാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ എന്നിട്ട് നമ്മൾ വിചാരിച്ചു സായി പുറത്തിറങ്ങുമ്പോഴത്തേക്കും സായി ഫാമിലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കും എന്നൊക്കെ നമ്മൾ വെറുതെ മനക്കോട്ട കിട്ടി അച്ഛനൊക്കെ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കും. അപ്പോൾ എല്ലാവരും സായിയോട് ഇപ്പോൾ ചോദിക്കുന്നത്, നിനക്ക് മനുഷ്യനാവണമായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ നീ ഗെയിം കളിക്കാനല്ലേ പോയത്, അവിടെ നീ ഗെയിം അല്ലേ നോക്കേണ്ടത്. മനുഷ്യനാവാനായിരുന്നെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ചെന്ന് കാര്യം അവതരിപ്പിച്ച് അത് രമ്യതയിൽ പരിഹരിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കളിയാക്കലുകൾ. ശരിക്കും പറഞ്ഞാൽ സായിയുടെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ ഞാൻ ഞെട്ടി പണ്ടാരടങ്ങാണ്. ജാസ്മിൻ ഇത്ര എയറിൽ പോയില്ല എന്ന് എനിക്കിപ്പോൾ തോന്നണം. ശരിക്കും പറഞ്ഞാൽ അസ്ല എയറിൽ പോയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10ൽ 75 പേരും അസ്ലയുടെ കൂടെയായിരുന്നു. 25 പേര് മാത്രമേ അസ്ലയെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരു 75 പേരും അസ്ലയുടെ അടുത്ത് നിന്നെ ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ സായി പടലം മൂഞ്ചി തെറ്റി എയറിൽ പോയിരിക്കുകയാണ്. കാര്യം ഞാൻ ഇന്നലെ ജസ്റ്റ് കയറിയിട്ട് ഞാൻ കൈസിൻ്റെ വീഡിയോ കണ്ടിട്ട് സായിയുടെ കമൻറ്റ് ബോക്സ് കയറി നോക്കി. അപ്പം കമൻറ്റ് ബോക്സിൽ ഫുള്ള് കമൻറ്റ് വായിക്കാൻ വേണ്ടി വീഡിയോ കാണാതെ പോസ്റ്റ് ചെയ്തിട്ട് സായിയെ കാണിക്കുമ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് വായിക്കാൻ വന്നവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കമൻറ്റ് ഫുള്ള്. എന്നിട്ട് സായി എന്തോരം പറഞ്ഞു വെച്ചേക്കുന്ന ആൾക്കാർ മരവാഴ, മരയൊന്ത്, മരപ്പാഴ് ഇതൊക്കെ പറയാൻ കാരണം സായി
സീക്രട്ട് ഏജൻ്റായി ഗെയിമിൽ നിന്നിരുന്നുവെങ്കിൽ, ബിഗ് ബോസിൽ സായി സീക്രട്ട് ഏജൻ്റായി നിന്നിരുന്നുവെങ്കിൽ, സായി കാറിലിരുന്ന് എന്താണോ പറയുന്ന നിലപാടും ശക്തമായ അഭിപ്രായങ്ങളും അത് ബിഗ് ബോസിലും തുടർന്നിരുന്നുവെങ്കിൽ, ബിഗ് ബോസിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ. സായി അതിനകത്ത് പോയപ്പോൾ നമ്മൾ ഭയങ്കര ഭയങ്കര പ്രതീക്ഷയായിരുന്നു, നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അതാണ് തകിടം പറഞ്ഞത്. സായി അവിടെ പോയിട്ട് സേഫ് ഗെയിം കളിച്ചു. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെന്നേ നമുക്ക് തോന്നിയിട്ടില്ല. ഒരു നിസ്സാരമായ എന്താ പറയുക, പിന്നെ ആരെങ്കിലും ഒരു ഐസ്ക്രീമിന് വഴക്കൂടിയാൽ അതെടുത്ത് കണ്ടന്റ് ആക്കുന്ന സായി, അല്ലെങ്കിൽ വഴി ആരെങ്കിലും നടന്നു പോകുമ്പം റോങ് സൈഡിൽ അതായത് കറക്റ്റ് സ്ഥലത്തല്ല റൈറ്റ് സൈഡിൽ റോങ് സൈഡിലൊന്ന് തുപ്പിക്കഴിഞ്ഞാൽ അതെടുത്ത് കണ്ടന്റ് ആക്കുന്ന സായി. അങ്ങനെ കണ്ടന്റ് ആക്കുന്ന സായി അവിടെ കൺമുന്നിൽ അവിടെ ഫിസിക്കൽ അസോൾട്ട് വരെ നടന്നിട്ട് പോലും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയും തല്ലും വഴക്കും ഒക്കെ ആയിട്ട് പോലും ഒരു നിലപാട് പറയാതെ അതിനകത്ത് നിന്നിട്ട് എനിക്ക് മനുഷ്യനാകണം, ഞാൻ മനുഷ്യനാകാനാണ് ബിഗ് ബോസിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ പുള്ളിക്കാരൻ വേറൊരാളാണ്, സീക്രട്ട് ഏജൻ്റായി തനിയെ മാറിയതാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, സീക്രട്ട് ഏജൻ്റായിട്ട് ഇനി വരില്ല. പുള്ളി വന്ന പിറ്റേന്ന് പോലെ റിവ്യൂ തുടങ്ങി, സിനിമ റിവ്യൂ തുടങ്ങി, റിയാക്ഷൻ തുടങ്ങി. അപ്പോൾ ആളുകൾ പറഞ്ഞു, നിനക്ക് നിൻ്റെ സ്വന്തം കുടുംബത്തിലെ കാര്യം പരിഹരിക്കാൻ വയ്യ, അമ്മയും ഭാര്യയും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിനക്ക് അറിഞ്ഞൂടാ, സ്വന്തം തന്തയെ നീ ശത്രുവായിട്ട് കാണുന്നു, ഒരു ഹൗസിനകത്ത് പോയി അവിടുത്തെ ഗെയിം ഫുള്ള് നശിപ്പിച്ച് ആ ഹൗസിൻ്റെ അകത്ത് തൊലച്ചു കൂട്ടിയിട്ട് നീ ഇവിടെ വന്നിരുന്ന് നീ റിയാക്ഷൻ വീഡിയോ ഇടുന്ന എന്തിനെന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്കതിലൊന്നും പറയാനില്ല അല്ലേ. അപ്പം അവരുടെ അമർഷമാണ് അവർ ചോദിക്കുന്നത്. ഇനി ഇവൻ വീഡിയോ റിവ്യൂ അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ആരും കാണൂല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് അറിയാം ഇത് സോഷ്യൽ മീഡിയ ആണ്, 2 ദിവസത്തേക്ക് ഈ പറച്ചിലുണ്ടാവും, അത് കഴിയുമ്പം എൻ്റെ വീഡിയോ ആൾക്കാർ കയറി കണ്ടോളും എന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് പുള്ളി വന്ന ഉടനെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പം എനിക്കിപ്പം സായി ഈ വീഡിയോ ചെയ്യരുതെന്നും പറയാനുള്ള റൈറ്റ്സ് ഒന്നും എനിക്കില്ല, അതൊക്കെ പുള്ളിയുടെ ഇഷ്ടമാണ്. പക്ഷേ പുള്ളി ഗെയിമിൽ സീക്രട്ട് ഏജൻ്റായിട്ട് നിന്നിരുന്നുവെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പം പുള്ളി ആരും ഒന്നും പറയത്തില്ലായിരുന്നു. ഒരു കുണുവാവ ഇമേജിലോട്ട് പുള്ളി വന്നു. ഞാൻ സായിയുടെ വീഡിയോസ് സായിയുടെ റിയാക്ഷൻ വീഡിയോ ഇപ്പം ഇടുന്നതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സായിയുടെ വാക്കുകൾക്ക് ജനങ്ങൾ എത്ര വാല്യൂ കൊടുത്തിരുന്നു എന്ന്. സായി പറയുന്നത്, സായിയുടെ വിമർശനങ്ങളും സായിയുടെ അഭിപ്രായങ്ങളും ആളുകൾ മാനിച്ചിരുന്നു. ആ ഒരു സായി ആൾക്കാർ ബിഗ് ബോസിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അത് കിട്ടാതിരുന്നപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധമാണ് കമൻറ്റ് വഴി അവർ മരവാഴയെന്നും മരയോന്തെന്നും മരവൂള എന്നും ഒക്കെ പറഞ്ഞിട്ട് പ്രതികരിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വായിലിരിപ്പ്. അതായത് നമ്മൾ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണോ, എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി, ഞാനിപ്പോൾ ഇങ്ങനെയാണ്, ഞാൻ ദേഷ്യം വന്നാൽ പ്രതികരിക്കും, സങ്കടം വന്നാൽ കരയും, പിന്നെ കലി വന്നാൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യും, സന്തോഷം വന്നാൽ ചിരിക്കും, ഇങ്ങനെയാണ് ഞാൻ ഡാൻസ് ചെയ്യും, പാട്ട് പാടും. അപ്പം ഇങ്ങനെ ഒന്നും അല്ലാതെ ഇൻട്രോവേർട്ടായിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ കാര്യങ്ങളിൽ ഇങ്ങനെ ശക്തമായ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ലോലനായപ്പോൾ അതും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ആ ലോലൻ പിന്നെ ഇറങ്ങി പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്കത് പറ്റുന്നില്ല. അത് നമ്മുടെയൊക്കെ ചിന്താഗതിയാണ്ടേ മാറ്റേണ്ടത്. നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല ആളുകൾ, നമ്മുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. പിന്നെന്താ പറയുക, അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോസൊക്കെ കണ്ടതും ഈ സായിയുടെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴും ഈ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷമുള്ള സായിയുടെ ആഫ്റ്റർ ഈ അഭിപ്രായങ്ങളൊക്കെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഇതാണ്. ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ബി ബി കണ്ട ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ, ഹോട്ട്സ്റ്റാറിലല്ലെങ്കിലും യൂട്യൂബ് വഴിയെങ്കിലും ബി കണ്ട ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിലും, സായിയുടെ ഒരു വ്യൂവർ ആയിരുന്നു എന്നുള്ള രീതിയിലും, സായിയുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു എന്നുള്ള രീതിയിലും, ഇപ്പോഴും സബ്സ്ക്രൈബറാണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പം ആ ഒരു രീതിയിലും എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. അപ്പം നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല, പാലിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവൂ. ഇനിയിപ്പോൾ സായി ഫാമിലിയൊക്കെ ആയിട്ട് സ്നേഹയും അമ്മയൊക്കെ ആയിട്ട് ഇടോമ്പലും ഇരുത്തി വീഡിയോ ചെയ്യുമോന്നും അങ്ങനെയുള്ള വീഡിയോസ് വരുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. വന്നാൽ നല്ലത്, ഇല്ലെങ്കിൽ സായിന് പറയുന്ന വാക്കുകൾക്ക് ഒരു പൂച്ചാണ്ടിയുടെ വില പോലും ആരും കൊടുക്കൂല കുറച്ച് നാളത്തേക്ക്. അത് കഴിയുമ്പോൾ വീണ്ടും എല്ലാം പഴയതുപോലെ തദൈവ ആയിക്കോളും. അപ്പം പിന്നെ ആൾക്കാർ വീണ്ടും കാണാൻ തുടങ്ങും. ഇപ്പം നമ്മൾ പറയൂലേ, നമ്മൾ ഒരുപാട് നെഗറ്റീവ് ചെയ്തിട്ട് ഒരു കാര്യം പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ നെഗറ്റീവും പോസിറ്റീവും പറയും. പോസിറ്റീവ് അക്സെപ്റ്റ് ചെയ്യുകയും നെഗറ്റീവ് വിമർശിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ സൊസൈറ്റി. അപ്പം ഇതൊക്കെ മറിയും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ വ്ളോഗും കഴിഞ്ഞു, റിയാക്ഷൻ വീഡിയോയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചായ കുടിച്ചു, വൈകുന്നേരം ചായ കുടിച്ചു, ഒരു ബോൾ തിന്നായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം കുഞ്ഞു സ്കൂളിൽ നിന്ന് കയറി വന്ന സമയത്ത് അവനെ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി പറയ്ക്കുമ്പോൾ ഉറക്കത്തിന് എഴുന്നേറ്റതിൻ്റെ ആ ഒരു ക്രാക്കും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം ഭയങ്കര ചൂടാണ്. ഇട്ട പുട്ടിയൊക്കെ ഒലിച്ചു പോവുകയാണ്. ചുമ്മാ ഞാൻ ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല, വെറുതെ
ഇതൊക്കെ നാച്ചുറലാണ്, ഒന്നും ഇട്ടിട്ടില്ല. അപ്പം വിയർത്ത് കുളിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി കടപ്പുറത്ത് വരുന്ന കുറച്ച് സമയം കാറ്റ് കൊള്ളണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കേട്ടോ, എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.